തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയമാണിത്. അധികമാരും കണ്ടിട്ടില്ലാത്ത, കാണാത്തവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരിടം. നിത്യഹരിത നഗരത്തിൻ്റെ പുറമ്പോക്കിലേക്ക് തള്ളി മാറ്റപ്പെട്ട ചെങ്കൽച്ചൂള. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കണ്ട കാഴ്ചകൾക്കും കേട്ട വാക്കുകൾക്കും പൊള്ളുന്ന ചൂട്. ഇവർക്കിടയിൽ നിൽക്കുമ്പോൾ നെഞ്ചു പിടയും. നമ്മൾ കാണാത്ത കാഴ്ചയുടെ ആഴവും പരപ്പും പേറുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പ് ഇതൊന്ന് കേൾക്കണം. ഇവിടുത്തെ ചെങ്കച്ചുള്ള എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ചുള്ള മണ്ണെടുത്താണ് ചൂടുകല്ല് ഉണ്ടാക്കി സെക്രട്ടേറിയറ്റ് കെട്ടിയത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ചെങ്കച്ചുള്ള എന്ന് വന്നത്. അത് ഈ കാടിൻ്റെ ഇടയിൽ കൂടെ കുറേ മണ്ണെടുത്ത് അവർ പെര കെട്ടി മണ്ണിട്ട് കട്ട ഉണ്ടാക്കി തുള്ളയിൽ വെച്ച് വേവിക്കും, തീയൊക്കെ ഇട്ട്. 11 ഏക്കർ 26 സെന്റ് സ്ഥലത്താണ് ചെങ്കൽച്ചൂള എന്നറിയപ്പെടുന്ന ഈ കോളനി. 819 വീടുകൾ, 1500ഓളം കുടുംബങ്ങൾ. ഒറ്റമുറി ഷെഡിനുള്ളിൽ 3 കുടുംബങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത് പോലും കാണാം. എല്ലാവരും ചേർന്നാൽ 4000ഓളം മനുഷ്യരാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. കുറച്ചാളുകൾക്ക് ഫ്ളാറ്റിലേക്ക് കയറ്റം കിട്ടിയിട്ടുണ്ട്. ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സുഖജീവിതമാണെന്ന് ധരിക്കരുത്. 1977 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പണിതുകൊടുത്ത കെട്ടിടങ്ങളാണിവ. പലതും പൊട്ടിപ്പൊളിഞ്ഞ് ഇന്നോ നാളെയോ താഴേക്ക് വീഴും എന്ന അവസ്ഥയിൽ. കുറച്ചാളുകൾക്ക് ലാറി ബേക്കർ മാതൃകയിൽ വീട് പണിതു കൊടുത്തു. പുറത്തുനിന്ന് നോക്കിയാൽ ഭംഗിയുള്ള വീടുകൾ. പക്ഷേ ഒരൊറ്റ മുറി മാത്രമാണ് അതിനുള്ളിലുള്ളത്. അതിൻ്റെ അവസ്ഥയും പരിതാപകരം. പിന്നെയുള്ളത് ഒറ്റമുറി ഷെഡുകളാണ്. ചൂടുകാലത്ത് വീടിനുള്ളിൽ ഒരു മിനിറ്റ് കയറിയിരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച വീട്. ഇനിയുള്ളവരുടെ വീടുകളെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണമെന്നറിയില്ല. കൂരയെന്നോ കുടിലെന്നോ പറയാനും പറ്റില്ല. വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഫ്ലെക്സുകൾ വലിച്ചു കെട്ടി 4 അറ്റവും ഉറപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം. ബാക്കിയൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരും. ബാത്റൂമിൽ പോകുന്ന ഇത് തന്നെ പറഞ്ഞേ പറ്റൂ. ഇതിനകത്ത് തന്നെ 2 ചുടുകട്ട എടുത്തിട്ട് പേപ്പർ വെച്ച് 2 പോയിട്ട് ഞങ്ങൾ അതെടുത്ത് കൊണ്ടുവന്ന് ഈ ഓടയ്ക്കകത്ത് കളയും. സത്യമാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഇവിടെയുള്ള ഒരു 1-2 പിള്ളേർ മാത്രമേ ഉള്ളൂ അവരവരെ ബന്ധുക്കൾ വീട്ടിൽ പോകുന്നത്. ബാക്കി സർവ്വ ആൾക്കാരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നിന് പോണത് ഞങ്ങൾക്ക് എങ്ങും പോകാൻ നിവർത്തിയില്ല. പാത്രം വെച്ച് ഞങ്ങൾ ഒന്നിന് പോയി അതുകൊണ്ട് ആ ഓടയെ കൊണ്ട് കളയും. ഞാൻ 30 വർഷമായി ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്.
ഈ വീട്ടിനകത്ത് തന്നെ തുണി മാറുന്നതും ബാത്റൂമിൽ പോകണത് ഞങ്ങൾ സത്യം പറഞ്ഞ ബാത്റൂമിൽ ഇപ്പം പേപ്പറിലൊക്കെ വെളിക്കിറങ്ങിയൊക്കെ കൊണ്ട് കളയൊക്കെ ചെയ്യണത് മൂത്രം ഒഴിക്കുന്ന ഒരു ബക്കറ്റ് വെച്ചുമൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കല്ലാതെ വേറെ ഒരു സൗകര്യമില്ല. കുളിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ആ പൈപ്പിൻ്റെ മുകളിൽ 11 മണിയെങ്കിലും കഴിയണം കുളിക്കണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ രാവിലെ നമ്മൾ ഈ കുടുംബശ്രീയിൽ ജോലിക്കാണ് പോകണം. അങ്ങനെ അവിടെ പോകുമ്പോൾ വെല്ലടം അല്ല സ്ഥലത്തൊക്കെ കയറണത് തന്നെ, അല്ലാതെ ഒരിടം പോകാൻ നിവർത്തിയില്ല. എനിക്ക് ഫ്ലാറ്റോ അവരെ മട്ടുപ്പാവോ ഒന്നും വേണ്ട. ഈ ടെമ്പററി ഷെഡ് അവർ മെയിൻ്റനൻസ് പണി ചെയ്ത ഒരു ബാത്റൂം സാറേ ബക്കറ്റ് വെച്ചാണ് വീടിനകത്ത് മൂത്രം. പറയാൻ പാടില്ല. എൻ്റെ മക്കളെ പോലെ നിൽക്കുന്നുണ്ട്. എൻ്റെ മോനാണ് അവിടെ ഇപ്പോൾ സംസാരിച്ചത്. മക്കളെ പോലെ നിന്നുകൊണ്ട് എൻ്റെ മോനെ പോലെ പറയണം. മൂത്രം ഒഴിക്കുന്ന രാത്രി ബക്കറ്റിൽ വീടിനകത്താണ്. എല്ലാവരും ഉറക്കൊഴിക്കുന്നതിന് മുമ്പേ ആ ഓടയെ കൊണ്ടുവന്ന് ഒഴിക്കും. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമാണ്. ഞങ്ങൾക്ക് ബാത്റൂമില്ല. ഞങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇവിടെ ബാത്റൂമിൽ പോകാൻ കഴിയാതെ ഞങ്ങൾ ആയിരിക്കണം. അതുപോലെ കുളിക്കാൻ ഒരു സൗകര്യമില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഞങ്ങൾക്ക്. നല്ലൊരു വീടില്ല. വീടിനകത്തൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ചെറിയ മഴ പെയ്താൽ മതി വീടിനകത്ത് അത്ര ഊറ്റാണ്. അത് നമ്മൾ എത്രയൊക്കെ അതിനകത്ത് പണി ചെയ്താലും വീണ്ടും വീണ്ടും ഊറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നും മൂത്രം ഒഴിക്കുന്നത് ഞങ്ങൾ ബക്കറ്റിലാണ്. മൂത്രം ഒഴിച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ കൊണ്ട് കളയുന്നു. അത്രയും വിഷമമുണ്ട്, സങ്കടമുണ്ട്. ആരും പറയാനില്ല. ഇതാ എൻ്റെ വീട്, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ കുഞ്ഞ് അർച്ചന. ഹസ്ബൻഡിൻ്റെ പേര് കുട്ടപ്പൻ, എൻ്റെ പേര് ഗീത. ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആകെ ഈ ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഇതാ ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ, ഇത് അലമാര, ഇത് TV, ഇത് മെഷീൻ. ഇവിടെയാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ആകെ ഇത്രയേ ഉള്ളൂ. ചോറ് വയ്ക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. എൻ്റെ വീടിൻ്റെ മുറ്റം കാണണ്ടേ? എൻ്റെ വീടിൻ്റെ മുറ്റോ ഈ റോഡിലാണ് എൻ്റെ കുഞ്ഞ് നിന്ന് കളിക്കുന്നത്. ആ കുഞ്ഞിന് കളിക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഇവർ ഈ പറയുന്നത് എവിടെ നിന്നാണെന്നും കൂടി അറിയണ്ടേ? ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ 1/2 കിലോമീറ്റർ മാത്രം അടുത്ത് നിന്ന്. കഷ്ടിച്ച് നിയമസഭയിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം. ഞങ്ങളോട് പറഞ്ഞ ദുരിതങ്ങൾ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിനകത്ത് കേൾക്കുമായിരുന്നു. AKG സെന്ററും KPCCയും മാരാർജി ഭവനും നടന്നെത്താവുന്നത്ര അടുത്തുണ്ട്. ഹൗസിംഗ് ബോർഡിന്റെ ഓഫീസ് ഇവരിൽ പലരുടെയും ഒന്നാമത്തെ അയൽവാസികളാണ് എന്നതാണ് ഏറ്റവും രസകരം. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ചേരി പ്രദേശമായിരുന്നു ചെങ്കൽച്ചൂള. അപ്പോൾ നഗരത്തിൻ്റെ ചേരി നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം പണി ആരംഭിച്ചതും ചെങ്കൽച്ചൂളയിലാണ്. നിർഭാഗ്യവശാൽ നമുക്കത് പൂർണ്ണമായും പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റേതായിട്ടുള്ള ചില ഡിഫക്ട്സുകളുണ്ടായി. ആൾക്കാർ കയറി താമസിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. എങ്കിലും നഗരസഭ നഗരത്തിലെ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി തന്നെ അവിടെ കുറേയധികം പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിയുണ്ട്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം കൊടുത്തു, അതിൻ്റെ സാമ്പത്തിക സഹായം കൊടുത്തു. അതുപോലെ തന്നെ അവിടുത്തെ മാലിന്യ പ്രശ്നം കുറേയധികം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു.
അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭ പരിശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന ക്രമീകരണം കഴിയാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ പണി പൂർണ്ണമായും ഫിനിഷ് ചെയ്യാതെയാണ് അവിടെ താമസം ആരംഭിക്കേണ്ട അവസ്ഥ വന്നത്. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു നീഡ്സ് അതായതുകൊണ്ട് അവരത് കയറി താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പൂർണ്ണമായും ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ റിക്വയർമെൻ്റ് എല്ലാം വരുമായിരുന്നു. അവിടെ മെഡിക്കൽ സെൻറ്റർ വരുമായിരുന്നു, കമ്പ്യൂട്ടർ സ്റ്റേഷൻ വരുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം പൂർത്തിയായത് ഒരു ടോട്ടൽ പാക്കേജ് ആയിരുന്നു. പക്ഷെ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ പലരും അതിനകത്ത് അതിക്രമിച്ച് കയറി താമസിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യകത വന്നുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി മിച്ചം ഉള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അത് നഗരസഭയുടെ ചേരി നിർമ്മാണ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭ പരിശ്രമിക്കും. ഒരു കുടുംബത്തിനും ഇവിടെ പട്ടയമില്ല. വൈദ്യുതി ചാർജും വെള്ളക്കരവും കൊടുക്കുമ്പോൾ മാത്രമാണ് സ്വന്തം വീട് എന്ന് തോന്നുന്നത്. ഇതുവരെയും പട്ടയം നൽകുകയോ ഉടമസ്ഥാവകാശമോ ഒരു രേഖകളും നൽകാതെ ഇപ്പോഴും ആൾക്കാർ ത്രിശങ്കു സ്വർഗത്തിൽ കഴിയും മാതിരി കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് ഹൗസിംഗ് ബോർഡ് ചെയർമാൻ്റെ പേരിലും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് TC നമ്പറിൻ്റെ അടിസ്ഥാനത്തിലും മാത്രം ലഭിക്കുന്നുണ്ട്. യാതൊരുവിധ ഉടമസ്ഥാവകാശം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് കക്കൂസുണ്ട്. പക്ഷേ ഒരു കക്കൂസിലെ മാലിന്യം പോലും ഡ്രെയിനേജ് കുഴിയിലേക്കല്ല വീഴുന്നത്. എല്ലാം തൊട്ടടുത്തുള്ള ഓടയിലേക്ക് പൈപ്പിട്ടെത്തിക്കും. ആ ഓടയ്ക്ക് സമീപത്ത് തന്നെയാണ് ഭക്ഷണം വെക്കുന്നതും വിളമ്പുന്നതും കുട്ടികൾ കളിക്കുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം. ഓടയിൽ ഞങ്ങൾക്ക് രാത്രിയിൽ ഇവിടെ കിടന്നിറങ്ങാൻ നിവർത്തിയില്ല. ഇഴജന്തുക്കൾ ധാരാളമുണ്ട്, കൊതുക്, പിന്നെ ഭയങ്കരമായ എരിശല്യം. മറ്റുള്ള ജീവികളൊക്കെ രാത്രിയിൽ ഇങ്ങ് കയറി വന്നൊക്കെ മുറി ഈ സൈഡിലൊക്കെ കിടക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണം. ഒന്നുകിൽ ഞങ്ങൾക്ക് ഓട സ്ലാപ്പിട്ട് മൂടിത്തരണം. പിന്നെ അസുഖങ്ങളാണെങ്കിൽ എല്ലാ അസുഖങ്ങളും ഉണ്ട്. കൂടുതലും ഇവിടെ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് വയസ്സായതിനും കുഞ്ഞുങ്ങൾക്ക് എല്ലാം അസുഖങ്ങളുള്ളവരെയൊക്കെ ഉള്ളൂ. ആഹാരമൊന്നും ശരിക്കും പിള്ളേർക്ക് വെളിയിലൊക്കെ എത്തി കരയുന്ന സമയം കൊണ്ട് വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഈച്ചയും കൊതുവിൻ്റെ ശല്യം. ജയലക്ഷ്മിയാണ് ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ. അവർ വന്ന ആ ഇലക്ഷന് വന്ന് ആ സമയത്ത് വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം ഇവിടുത്തെ ഒരു കാര്യങ്ങൾക്കും അവർ വരുന്നില്ല. അത് ഈ ഓട വന്ന് ഒരു നോക്കാനോ ഇവിടുത്തെ പരിസരങ്ങൾ വന്ന് ഈ ഇടയ്ക്കാണ് ഭയങ്കരമായിട്ട് മാലിന്യം ഇവിടെ നിറഞ്ഞു കിടന്നു. അതിനൊന്നും അവർ വരുന്ന ഒരു കാര്യം അവർ അന്വേഷിക്കാൻ വരുന്നില്ല. ഇവിടെ ഓരോ ഭരണക്കാരും വരുമ്പോൾ പറയും അത് ചെയ്യാതിരിക്കുകയാണ്, ആരും ചെയ്യില്ലേ. പിന്നെ അവരെ കാണൂലല്ലോ പറയാൻ, പിന്നെ വരില്ല, പിന്നെ മറുപടി പോയിട്ട് വരുമ്പോൾ വരും, അല്ലാതെ ഇല്ല. ഇതൊന്നും നമ്മുടെ ഭരണാധികാരികൾ അറിയാത്തതും കാണാത്തതും കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത്. കുറച്ചുനാൾ മുമ്പ് പൂഞ്ഞാർ MLA PC ജോർജ് ഇവരുടെ അവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. സർ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് മന്ത്രിമാർ നോക്കിയേ കാണുന്ന ചെങ്കച്ചുള കോളനി, അന്ന് AK ആന്റണിയുടെ കാലത്ത് കുറേ ഫ്ലാറ്റുകളൊക്കെ പണിത് ആ കോളനി ഈയിടെ പോകാനിടയായി. സർ, ഒരു ചെറിയ കൂരയ്ക്കകത്ത് 8-9 കുടുംബങ്ങളാണ്.
ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ശ്രദ്ധയിരുത്തി തിരുവനന്തപുരം സിറ്റിയാണ്, നമ്മുടെ തലസ്ഥാനമാണ്. അതിൻ്റെ അഭിമാനം മറ്റുള്ള ആളുകൾ വരുമ്പോൾ, മറ്റ് വിദേശത്തു നിന്നുള്ള ആളുകൾ വരുമ്പോൾ നമുക്കൊരു അപമാനം ഉണ്ടാകാത്ത രീതിയിലുള്ള മാറ്റം എന്തെങ്കിലും വരുന്നതിനെ പറ്റി ഗവൺമെൻറ് ശ്രദ്ധിക്കും. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ മറുപടിയും കൊടുത്തു. ചെങ്കൽച്ചൂളയിലെ SC വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി SC വിഭാഗവുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് ഒരു പദ്ധതിക്ക് രൂപം നൽകുവാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ലെന്ന് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFും UDFും ഇക്കാര്യത്തിൽ കണക്കാണ്. എല്ലാവരും പറയുന്നത് മുടന്ത ന്യായങ്ങൾ. ചെങ്കൽച്ചൂളയിലെ ആളുകളുടെ പ്രയാസങ്ങൾ പുതിയ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത്. കോർപ്പറേഷനും അങ്ങനെ ഒരു പ്രപ്പോസലാണ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചെങ്കൽച്ചൂളയിൽ നരകസമാനമായി ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ 2 പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. 2 കാലഘട്ടങ്ങളിലാണ് അത് ആവിഷ്കരിച്ചത്. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് പല വീടുകളും ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതി എല്ലാവരുടെയും മുന്നിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് നല്ല ശ്രമങ്ങൾ തന്നെ വേണ്ടിവരും. കോർപ്പറേഷനുമായി ഈ കാര്യം ആലോചിച്ചുചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ സമ്പൂർണ്ണ ഭവന പദ്ധതി, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ തകർന്നുകൊണ്ടിരിക്കുന്ന പുരയിടങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കുവാനുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമെന്നാണ്. അവിടെ ഏകദേശം 1000-ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ 1000-ഓളം കുടുംബങ്ങൾക്കും ഒരു സമഗ്രമായ ഒരു പുനരധിവാസം നടത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ MLA എന്നുള്ള രീതിയിൽ 1 കോടി രൂപ അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനത്തിന് വേണ്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യം അനുവദിച്ചു. അപ്പോൾ അതിനുശേഷം മറ്റൊരു പദ്ധതി ഈ നഗരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാമെന്ന് അന്നത്തെ മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അരിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു. അത് 1000 വീടുകൾ വെച്ച് നൽകി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കുടിവെള്ളം, ഡ്രെയിനേജ്, കളിസ്ഥലം അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്തി എല്ലാവരുമായി വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. പക്ഷെ അവസാനം ചില പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ 1000 പേർക്ക് ഇപ്പോൾ പൊസിഷൻ മാത്രമേ ഉള്ളൂ. അവർക്ക് ഉടമസ്ഥ അവകാശവും കൊടുത്ത് ആ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. അപ്പോൾ അങ്ങനെ ആ ഗവൺമെൻറ് കാലാവധി തീർന്നു. ഇപ്പോൾ ഈ MLA ഫണ്ടിൽ നിന്ന് തന്നെ 2 കോടി രൂപ അനുവദിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ മതത്തിൽപ്പെട്ടവരും ചേരിയിലുണ്ട്. 819 വീടുകളിൽ 650-ലും ഹിന്ദുക്കൾ. എണ്ണം ക്രിസ്ത്യാനികളുടേത്, 18 വീട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടേതും. 40 കുടുംബങ്ങൾക്ക് ഇപ്പോഴും റേഷൻ കാർഡില്ല. കാർഡുള്ള 779 കുടുംബങ്ങളിൽ 406 പേരുടേതും APL കാർഡാണ്. ആധാർ ഇല്ലാത്തവർ 50. 286 അടുക്കളകളിൽ ഗ്യാസില്ല. 216 പേർ ബാങ്ക് അക്കൗണ്ടില്ലാത്തവർ. മാറാരോഗങ്ങൾ പിടിപെട്ട ചികിത്സ ചെയ്യുന്ന 167 പേരുണ്ടിവിടെ. ഭൂരിഭാഗവും കൂലിപ്പണി ചെയ്ത് അന്നന്ന് ജീവിതം തള്ളി നീക്കുന്നു. സ്വന്തമായി ജോലി ചെയ്യുന്നവരും സർക്കാർ ജോലി ഉള്ളവരുമായി 161 പേരുണ്ട്. ഇതിൽ 118 സ്ത്രീകൾ, 43 പുരുഷന്മാർ.
253 സ്ത്രീകൾ വിധവകൾ, 33 പേരെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു. 45 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത 12 പെണ്ണുങ്ങൾ. പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് 167 ആളുകൾ ഇതിനകത്ത് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ 16 പേര് ക്യാൻസർ രോഗികളാണ്. അതുപോലെ ഹേർട്ട് ഡിസീസുള്ള ഹൃദ്രോഗികളായിട്ടുള്ള 81 പേരുണ്ട്. അപ്പോൾ ഈ രോഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇപ്പോൾ പ്രസൻ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല. നല്ലൊരു അന്തരീക്ഷം അല്ലെങ്കിൽ നല്ല വായു, നല്ല വെള്ളം, ഇതൊന്നും അവിടെയൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. മൊത്തത്തിൽ 167 കുടുംബങ്ങളിൽ ഈ പ്രകാരമുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ചലഞ്ചഡായിട്ടുള്ളവർ, അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലം ഉള്ളവർ, ലിവർ ഡിസീസ് ഉള്ളവർ, മെൻ്റൽ ഡിസോർഡർ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ളവർ, ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചെങ്കൽച്ചൂളയിൽ താമസിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുള്ളവരാണ് ഒട്ടുമിക്കവരും. മതിലുകളിലെ കാഴ്ചകൾ അത് പറഞ്ഞു തരുന്നുണ്ട്. ഫാൻസ് അസോസിയേഷനും വളക്കൂറുള്ള മണ്ണ്. തമിഴ് നടന്മാരോടാണ് പലർക്കും സ്നേഹം. ആത്മാഭിമാനത്തോടെ പഠിക്കാൻ പോകാൻ പോലും ഇവിടെ നിന്നുള്ള കുട്ടികൾക്ക് പറ്റുന്നില്ല. ചെങ്കൽച്ചൂളയിലെ കുട്ടികളെന്ന മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോഴുള്ള വേദന കുരുന്നുകളുടെ കണ്ണിലുണ്ട്. ജോലിക്ക് പോകുന്നവരും ഇതേതരം മാറ്റി നിർത്തലുകളുടെ ഇരകളാണ്. ഭീതിയുടെയും അപമാനത്തിന്റെയും നിഴൽ വീണ ജീവിതങ്ങൾ. നിസാര ഒരു കാര്യം പറയുന്നത്, ഇവിടെയുള്ള പിള്ളേർ ബോൾ കളിക്കാനായിട്ട് മോഡൽ സ്കൂളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പിള്ളേരെ അവഗണിക്കുന്നുണ്ട്. ചെങ്കച്ചുള്ളിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവരോടൊപ്പം കളിക്കാത്തവരും കൂടി ഉണ്ട്. ഞാൻ 37 വർഷം സിനിമ, നാടകം, ഞാൻ ഏറ്റവും കൂടുതൽ നിന്നത് നാടകത്തിലായിരുന്നു. 10 സിനിമയിൽ അഭിനയിച്ച് ഞാൻ അവസാനം നിന്നത് KPSലാണ്. ഈ 37 വർഷം ഞാനുണ്ട്. എൻ്റെ പേര് ചെങ്കച്ചുള്ള സൂസി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഏരിയല്ല, ഞാൻ എൻ്റെ വീട് നന്തൻകുളമാണ്. എന്നാൽ പോലും ഇവിടെ ചെങ്കച്ചുള്ള എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് അവഗണന കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതം അതിൻ്റെതായ ഊർജം പ്രസരിപ്പിക്കുമല്ലോ. ഏറെ മിടുക്കന്മാരും മിടുക്കികളും ചുറുചുറുക്കോടെ അവഗണനയുടെ തലയിൽ ചവിട്ടിക്കയറി നെഞ്ചും വിരിച്ചു നിൽപ്പുണ്ട്. മുത്തേ പൊന്നെ വീണങ്ങല്ലേ, നിന്റെ കുറ്റം ചെയ്തുന, എന്തിനു പെണ്ണെ നിനക്കിട്ട പിണക്കം, നീ എൻ്റെ കരളല്ലേ, നാടിൻ്റെ മാവിൽ മയക്കം തുള്ളുമ്പോ നീ എൻ്റെ കനവാകെ. ഞാൻ ഗപ്പിലായിരുന്നു അഭിനയിച്ചത്. അതിലെൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര് നിമ്മി എന്നായിരുന്നു. മുട്ടത്ത് വെച്ചായിരുന്നു ഷൂട്ടിങ്. ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, ടെൻഷനൊന്നും അടിക്കേണ്ട, ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഫിലിം ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. കൂട്ടത്തോളം എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണ് കുപ്പഴക്കായി. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആത്മാഭിമാനമുയർത്താൻ സർക്കാർ ഇവർക്കൊരു സഹായം ചെയ്തു കൊടുത്തു. ചെങ്കൽച്ചൂള എന്ന പേര് മാറ്റി രാജാജി നഗർ എന്ന് വിളിച്ചു. എന്നിട്ട് തലയുയർത്തി നടക്കാൻ എല്ലാവരെയും ഉപദേശിച്ചു. ഇത്തരം ചെപ്പടി വിദ്യകൾ ചെയ്യാതെ വൃത്തിയുള്ള ഇടങ്ങളിൽ ജീവിക്കണമെന്ന ന്യായമായ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. മാറ്റി നിർത്തപ്പെടുന്ന പൊതുബോധത്തിന് മുന്നിൽ ഇവരും മനുഷ്യരാണെന്ന ഓർമ്മയാണ് എല്ലാവർക്കും വേണ്ടത്. ഞങ്ങൾ തുറന്നു പറയാണ്, ഞങ്ങൾക്ക് 2 പോകാനും 1 പോകാനും. കുളിച്ചില്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി കുളിക്കാം. ഇത് 2 ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം.